ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ ബേബി കിഡ്സ് വിയർ ഹോൾ വീഡിയോ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഗേൾസ് ഡ്രസ് ആണ്, ഗേൾസ് ബേബി ഡ്രസ്. ഒരുപാട് പേര് എനിക്ക് കമന്റിൽ അറിയിക്കുന്നുണ്ടായിരുന്നു ഗേൾസിന്റെ ഡ്രസ്സ് ചെയ്യുമെന്ന്, അതേപോലെ തന്നെ ബോയ്സിന്റെയും ചെയ്യുമെന്നുള്ള വീഡിയോ ഉണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ഉടനെ തന്നെ ബോയ്സ് ബേബി, അതായത് 1 to 2 ഇയേഴ്സ് അല്ലെങ്കിൽ 3 to 4 ഇയേഴ്സ്, ഒരു 5 ഇയേഴ്സിന്റെ ഉള്ളിലൊക്കെ ഒതുങ്ങുന്ന ബോയ്സിന്റെയും ഗേൾസിന്റെ ഡ്രസ്സസ് ആണ്. ഇപ്പൊ ഞാൻ കാണിക്കുന്ന ഗേൾസിന്റെ ഡ്രസ്സാണ്. ബോയ്സിന്റെ ഡ്രസ്സ് ഉടനെ വരുന്നതാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ കാണുന്നതിന് മുന്നേ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഒന്ന് അത്ര എളുപ്പം നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. കിഡ്സ് വിയറിലെ ഫസ്റ്റ് കിഡ്സ് വിയർ ആണ് കാണിക്കാൻ പോകുന്നത്. ഇത് ആക്ച്വലി എൻ്റെ മോളുടെ സെക്കൻഡ് ബർത്ത്ഡേ ആണ്. അപ്പൊ അതിന് സ്യൂട്ടായിട്ട് മേടിച്ച ഡ്രസ്സാണ്. അപ്പൊ ഒത്തിരി എക്സൈറ്റ്മെന്റോട് കൂടിയിട്ട് മേടിച്ചതാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് സാധനം അതന്നെയാണോ, ട്രാൻസ്പെറന്റ് കവറിലാണ് വരുന്നത്, അതന്നെയാണെന്ന് മനസ്സിലാക്കാം. എങ്കിൽ കൂടി ക്വാളിറ്റി ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പൊട്ടിച്ച് നോക്കിയിട്ടുണ്ട്. ഫുൾ ആയിട്ട് എടുത്ത് കാണിച്ചിട്ട് ആദ്യം തന്നെ പറയട്ടെ, ഡെങ്കാരിസ് ഇഷ്ടമില്ലാത്ത ആരും തന്നെ ഉണ്ടാവില്ല. പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യത്തിലൊക്കെ ഡെങ്കാരിസ് ആണ് കൂടുതൽ പേരും ഇട്ട് കൊടുക്കാറും ഒക്കെ. ഒരു ക്യൂട്ട്നെസ് തോന്നിക്കും, വലിയവർക്കും ചെറിയവർക്കും ഒക്കെ ഡെങ്കാരിസ് ഇടുമ്പോൾ ക്യൂട്ട്നെസ് തോന്നിക്കും. അപ്പൊ ഇത്തവണ ഞാൻ മേടിച്ചിട്ടുള്ള ഒരു ഡെങ്കാരിസ് ആണ്, ഒരു ഡെനിം വൈറ്റ് ബ്ലൂ കോമ്പിനേഷനുള്ള ഒരു സംഭവമാണ്. ഓക്കെ, അപ്പോൾ കാണിച്ചു തരാം. അതിന്റെ പിക്ചർ ഇതാ കണ്ടോളൂ, എന്നിട്ട് ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ദ ഇന്നർ, ഇതാണ് ഉള്ളിൽ ഉള്ള സംഭവമാണ്. ഇതിന്റെ ക്വാളിറ്റിനെ കുറിച്ച് പറഞ്ഞുതരാം. ഫുൾ സ്ലീവ് ആണ്, ഒരു എന്താ പറയാ, റൗണ്ട് നെക്ക് ആണ് വന്നിട്ട്. ഒരു ബാഡ് സ്മെൽ ഉണ്ട്, പക്ഷെ ഇറ്റ്സ് ഓക്കെ. ചെറുതായിട്ടൊരു പോളിസ്റ്റർ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അറിയത്തില്ല പോളിസ്റ്റർ ആണോ എന്ന് അറിയില്ല. ചെറുതായിട്ട് ഒരു പോളി കോട്ടൺ പോലെയൊക്കെ മിക്സ് ചെയ്തതാണോ എന്ന്. കുറച്ച് പ്രൈസ് കൂടിയിട്ടുള്ള ഡ്രസ്സാണ്. ഇതാണ് കേട്ടോ ഇന്നർ വന്നിട്ട്, ഇതാണ്. പിന്നെ വന്നിട്ടുള്ളത് അതിന്റെ ഓവർകോട്ടായിട്ട് വരുന്ന ഇതാണ് കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ്. സ്ലീവ്ലെസ് ആണ്, നെക്ക് വന്നിട്ട് ഒരു വീനെക്കാണ്. പിന്നെ 2 ബട്ടൺസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന 2 ബട്ടൺസ് ആണ് കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. പിന്നെ പോക്കറ്റ്സ് ഒറിജിനൽ പോക്കറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഒരു സൈഡിലെ പോക്കറ്റ് ഉള്ളൂ. എന്തായാലും ഭയങ്കര നല്ല 154 രൂപക്ക് വേർത്ത് ആയിട്ടുള്ള ഒരു ഡ്രസ്സ് തന്നെയാണ്. നല്ല കട്ടിയുള്ള ഡെനിമാണ് കേട്ടോ. കുറെ കാലം യൂസ് ചെയ്യും. അതേപോലെ തന്നെ ഉള്ളിൽ ഇന്നർ കേട് വന്നാലും വേറെ ഡ്രസ്സസ് ഒക്കെ യൂസ് ചെയ്തിട്ട് വേറെ ഇന്നർ ഒക്കെ വാങ്ങിയിട്ടും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ അതിന്റെ കൂടെ തന്നെ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ ഇങ്ങനെ ഒരു ഇതും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സാഡ് കാര്യം എന്താ പറയാന്നുള്ളത്, ഇത്രയും റിവ്യൂ ഒക്കെ പറഞ്ഞിട്ട് പറയുന്നതിൽ ബുദ്ധിമുട്ടുണ്ട് എങ്കിലും ഇത് നോട്ട് അവൈലബിൾ ആണ്. ഇത് ഇപ്പൊ സൈസ് അവൈലബിൾ അല്ല എങ്കിലും നിങ്ങൾ ഇത് ഫേവറേറ്റ് സൈസ് അവൈലബിൾ ആയിരിക്കുന്ന സമയത്ത് ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ബുദ്ധിമുട്ടാണ് എനിക്കറിയാം. നിങ്ങൾക്ക് ആ ഡ്രസ്സ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഞാനിത് ഒരുപാട് കാലം മുന്നേ ഫേവറേറ്റിൽ ഇട്ട് വെച്ചതാണ്. എനിക്ക് തോന്നുന്നു ഇൻസ്റ്റയിൽ എന്തോ റീൽസ് ഒക്കെ കണ്ട സമയത്ത് ഞാനിത് ഫേവറേറ്റിൽ ഇട്ട് വെച്ചതായിരുന്നു കേട്ടോ. അവർ ലിങ്ക് മെസ്സേജ് അയക്കുമ്പോൾ നമുക്ക് ഡയറക്റ്റ് മെസ്സേജ് വരുമല്ലോ. ആ സമയത്ത് ഇങ്ങനെയോ പിന്നെ മേടിക്കാന്ന് വിചാരിച്ചു. ഇപ്പൊ ഒരു ടൈം ആയപ്പോൾ ഞാൻ മേടിച്ചു എന്ന് മാത്രം. എന്തായാലും അടിപൊളിയാണ്. ഇതും അടിപൊളിയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി ഇട്ടിട്ട് നോക്കിയിട്ട് ഞാൻ ഇതിന് എന്തെങ്കിലും സൈസിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് വേറെ വഴിയില്ലല്ലോ, റിട്ടേൺ ആക്കിയല്ലോ, സംഭവിക്കാതിരിക്കട്ടെ. വേറൊരു സാഡ് മൊമെന്റ്, മീഷോയിൽ ഇപ്പൊ നല്ല സെയിൽ നടക്കുന്ന നല്ല കുറവാണ് കേട്ടോ വരുന്നത്. ഇപ്പൊ ഞാൻ 354 രൂപക്ക് വാങ്ങിയ ഡ്രസ്സിന് ഇപ്പൊ 330 സംതിങ്, 330 അങ്ങനെ എന്തോ ഉള്ളൂ. അപ്പൊ നിങ്ങൾ എന്തായാലും ഒന്ന് ചെക്ക് ചെയ്യുക. ഇനിയും പ്രൈസ് കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഫേവറേറ്റിൽ ഇട്ട് വെച്ചിട്ട് പ്രൈസ് കുറയുന്ന സമയത്ത് വാങ്ങാൻ നോക്കുക. അപ്പൊ നെക്സ്റ്റ് ഡ്രസ്സ് എന്താന്ന് നോക്കാം. അപ്പൊ രണ്ടാമത്തെ ഡ്രസ്സ്, നമ്മുടെ രണ്ടാമത്തെ ഡ്രസ്സ് എന്താന്ന് നോക്കാം. രണ്ടാമത്തെ ഡ്രസ്സ് വന്നിട്ട് ഇതാണ് ഡ്രസ്സ് കേട്ടോ. ഇത് പാക്കിങ്ങിൽ കുറച്ച് പ്രശ്നമുണ്ട്, ഞാൻ എടുത്തിട്ട് പിന്നെയും കവറിന്റെ ഉള്ളിലാക്കി വെച്ചതാണ്. ഓക്കെ, ഇതാണ് ഡ്രസ്സ്. ഒരു അടിപൊളി ഫ്രോക്ക് കേട്ടോ, നല്ല ഭംഗിയുള്ളൊരു ഫ്രോക്ക്. എന്താ പറയാ, നല്ല ഭംഗിയുണ്ട്, വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഇതൊക്കെ എംബ്രോയിഡറി ആണ് കേട്ടോ. എംബ്രോയിഡറി വിത്ത് ഇവിടൊക്കെ ലേസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തതാണ്. പിന്നെ നല്ല എന്താ പറയാ, പ്ലേറ്റ്സ് പോലെ നെറി പോലെയൊക്കെ എടുക്കുന്നുണ്ട്. ബാക്കിൽ സിബ് കൊടുത്തിട്ടുണ്ട്. പഫ് സ്ലീവ് ആണ് കൊടുത്തിട്ടുള്ളത്. നെക്ക് വന്നിട്ട് ഒരു വെറൈറ്റി നെക്ക് കേട്ടാ, ഒരു മിനി വി കട്ടൊക്കെ കൊടുത്തിട്ട്, റൗണ്ടിൽ മിനി വി കട്ടൊക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയുള്ള ഒരു ഫ്രോക്ക്. അത്യാവശ്യം സ്റ്റാൻഡേർഡ് ഉണ്ട്. ഓക്കെ, പിന്നെ ഇതിന്റെ ഗ്രീൻ, പിങ്ക്, വൈറ്റ് ഒക്കെ കളേഴ്സ് അവൈലബിൾ ആണ്.
പിന്നെ ഇതിന്റെ പ്രൈസ് 187 റുപ്പീസ് ആണ് കേട്ടോ. ഇതിന്റെ പ്രൈസ് അത്രയും ചീപ്പ് റേറ്റിലാണ് കേട്ടോ. പിന്നെ ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് 6 മന്ത് തൊട്ടിട്ട് 9 ഇയേഴ്സ് വരെ ആണ് കേട്ടോ ഇതിന്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് 1 to 2 ഇയേഴ്സിന്റെ സൈസിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. കാരണം അതാണ് ഇപ്പൊ എനിക്ക് സ്യൂട്ട് ആയിട്ടുള്ളതും എന്റെ മോൾക്ക് സ്യൂട്ട് ആയിട്ടുള്ളതും ഒക്കെ അതാണ്. അതുകൊണ്ട് ഞാൻ അതാണ് എടുത്തത്. ഇപ്പോഴത്തെ പ്രൈസ് അല്ല, ഇപ്പോഴത്തെ പ്രൈസ് ആണ് 180. ഞാൻ മേടിച്ചിരുന്ന സമയത്ത് ഇതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞത് 219 ആയിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ മീഷോയിൽ നല്ല സെയിൽ നടക്കുന്നുണ്ട്, എല്ലാത്തിനും നല്ല ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്തായാലും പെട്ടെന്ന് ഓർഡർ ചെയ്യാൻ നോക്കുക. ഇത് ഇഷ്ടമായെങ്കിൽ മാത്രം ഓർഡർ ചെയ്യാൻ നോക്കുക. അടിയിൽ ഒക്കെ നല്ല സ്റ്റിച്ചിങ്ങിന്റെ കാര്യമൊക്കെ നല്ല പെർഫെക്ഷൻ ആണ്. എന്തായാലും നല്ല ഭംഗിയുണ്ട് കേട്ടോ. മൂന്നാമത്തെ ഡ്രസ്സ് എന്താന്ന് വെച്ചാൽ, മൂന്നാമത്തെ ഡ്രസ്സ് ആക്ച്വലി ഞാൻ ഒരു ബോയ് ടൈപ്പ് ഡ്രസ്സാണ്. പക്ഷെ നമുക്ക് പെൺകുട്ടികൾക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാൻഡ ലൈക്ക് സംതിങ് അങ്ങനത്തെ ഒരു ഡ്രസ്സാണ്. നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ. കണ്ടില്ല, നല്ല മെറ്റീരിയൽ ആണ് വന്നിട്ട്, നല്ല കട്ടിയൊക്കെ ഉള്ള നല്ല മെറ്റീരിയൽ ആണ്. ഒരു പാണ്ടന്റെ ചിത്രമൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡെനിം പാൻറ്റാണ്. ഞാൻ വിചാരിച്ചു അത്ര നല്ല ഡെനിമൊന്നും ആയിരിക്കില്ല എന്ന്, പക്ഷെ നല്ല പാൻറ്റാണ്. നല്ല പോക്കറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് ഇലാസ്റ്റിക് ആണ് കൊടുത്തിട്ടുള്ളത്. ഇത് ആക്ച്വലി 1 to 2 ഇയേഴ്സിന്റെ സൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു 2 വയസ്സ് വരെയൊക്കെ വേണമെങ്കിൽ ഇടാം. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള നല്ല അടിപൊളി ഡ്രസ്സ്. അപ്പൊ ഇത് ഞാൻ എടുക്കുന്ന സമയത്ത് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 300 ആയിരുന്നു. ഇപ്പൊ സെയിൽ നടക്കുന്നതുകൊണ്ട് എത്രയാ പ്രൈസ് എന്നുള്ളത് ഞാൻ എന്തായാലും ഇവിടെ മെൻഷൻ ചെയ്തിട്ടിടാം കേട്ടോ. അപ്പൊ ഞാൻ ചെക്ക് ചെയ്തിട്ടില്ലേ വീഡിയോ എടുക്കുന്ന സമയത്ത്. അപ്പോൾ അതിന് വേർത്ത് ആയിട്ടുള്ള, ഇപ്പൊ കറക്റ്റ് ഡെനിമാണ് ഇപ്പോൾ, അതുകൊണ്ട് നല്ല നല്ല ഭംഗിയിൽ കിട്ടിട്ടോ, നല്ല ഭംഗിയുണ്ട്. അപ്പൊ അത്രേ ഉള്ളൂ. ഇവിടെ ഒരു മിനി പോക്കറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഷോർട്ട് സ്ലീവ് ആണ്, റൗണ്ട് നെക്ക് ആണ്. പിന്നെ ഇതും ഞാൻ എടുത്തിട്ടുള്ളത് 1 to 2 ഇയേഴ്സിന്റെ സൈസ് ആണ്. ഇത് 4 ഇയേഴ്സ് വരെ ഇതിന്റെ സൈസ്, അതായത് 6 മന്ത് തൊട്ടിട്ട് 4 ഇയേഴ്സ് വരെ ഇതിന്റെ സൈസ് അവൈലബിൾ ആണ്. പിന്നെ ഇത് കോട്ടൺ ആണെന്നാണ് പറയുന്നത്, പക്ഷെ ഒരു ബനിയൻ ക്ലോത്ത് മെറ്റീരിയൽ പോലെ തോന്നുന്നുണ്ട് കേട്ടോ. ഇത് വന്നിട്ട് ഡെനിം ആണ് മെറ്റീരിയൽ വന്നിട്ട്. നല്ല മെറ്റീരിയൽ കേട്ടോ, നല്ല. വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല എന്നാണ് വിചാരിക്കുന്നത്. ഇനി എന്തെങ്കിലും പറയാൻ ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റിൽ അറിയിക്കുക. പിന്നെ ഒന്നും കൂടി പറയാണ്, വാച്ച് ചെയ്യുമ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാൻ നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത ഡ്രസ്സ് എന്താ നോക്കാം. പെട്ടെന്ന് പറയുന്ന പോലെ തോന്നുന്നുണ്ട്. ഞാൻ കുറച്ച് ബൾക്കായിട്ടാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. എന്തായാലും കാണുന്നവർക്ക് യൂസ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് ഡ്രസ്സ് നോക്കാം. ഇപ്പൊ വന്നതിൽ വെച്ചിട്ട് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡ്രസ്സാണിത്. കുറെ ആഗ്രഹിച്ചിട്ട് മേടിച്ചതാണ്. ഇതിന്റെ പിക്ചർ ഇവിടെ കൊടുക്കാം കേട്ടോ. ഇതാണ് ഡ്രസ്സ് വന്നിട്ട് കേട്ടോ. ഇതാണ് ഡ്രസ്സ് വന്നിട്ട്. ഇതാണ് പാൻറ് വന്നിട്ട്. സംഭവം പിക്ചറിൽ കാണിക്കുമ്പോൾ ഡെനിം ആയിരുന്നു. ഇത് ഡെനിം ആണെന്ന് ഡെനിം തന്നെയാണ്, പക്ഷെ കട്ടിയില്ലാത്തൊരു ക്ലോത്ത് പോലെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷെ അടിപൊളി ഡ്രസ്സ് കേട്ടോ, എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ഇതാ ഇലാസ്റ്റിക് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് മോഡലായിട്ട് വെച്ചതാണ്, വേറെ അഡ്ജസ്റ്റ്മെന്റിനൊന്നും. 2 സൈഡിലും പോക്കറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട് കേട്ടോ. പിന്നെ ഇത് സ്ലീവ്ലെസ് ആണ്, കോളറാണ് നെക്ക് വന്നിട്ട്. പിന്നെ പോക്കറ്റ്സ് കൊടുത്തിട്ടില്ല, ജസ്റ്റ് മോഡലിനായിട്ട് വെച്ചതാണ്. എന്തായാലും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഡ്രസ്സായിട്ടാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് കമന്റിൽ അറിയിക്കാം കേട്ടോ, നിങ്ങൾക്ക് ഏതാണോ ഫേവറേറ്റ് ആയിട്ട് തോന്നിയത്, ഏതാണോ ഇഷ്ടപ്പെടാത്തത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കമന്റിൽ അറിയിക്കാം കേട്ടോ. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 198 മന്ത് തൊട്ടിട്ട് 7 ഇയേഴ്സ് വരെയാണ് കേട്ടോ ഇതിന്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത്. അതായത് 6 മന്ത് തൊട്ടിട്ട് 7 ഇയേഴ്സ് വരെയാണ്. 6 മന്തിലൊക്കെ എത്രത്തോളം ഇത് സ്യൂട്ട് ആവുന്ന എനിക്ക് അറിയത്തില്ല. ഒന്ന് നടന്ന് വരുന്ന പ്രായത്തിലൊക്കെ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക, അപ്പോഴായിരിക്കും ഇതിന്റെ ഒക്കെ ഭംഗി എടുത്ത് കാണിക്കാൻ നോക്കുക കേട്ടോ. പിന്നെ ഇതിന്റെ വാഷ് ചെയ്തിട്ടുള്ള റിവ്യൂ ഡീറ്റെയിൽസ് ഒക്കെ വേണമെങ്കിൽ ഒന്ന് കമന്റിൽ അറിയിക്കുക കേട്ടോ, വാഷ് ചെയ്തിട്ട് ഇതിനെന്തെങ്കിലും പറയാൻ. ഓക്കെ, അപ്പൊ ഇത് ഞാൻ മേടിക്കുന്ന സമയത്ത് 226 രൂപയായിരുന്നു. 198 എന്നുള്ളത് ഇപ്പോഴത്തെ പ്രൈസ് ആണ്. ഞാൻ വാങ്ങിയ സമയത്ത് 226 ആയിരുന്നു, അതായത് 226 ആയിരുന്നു ഇതിന്റെ പ്രൈസ് വന്നിട്ട്. എടുത്ത സൈസ് 1 to 2 ഇയേഴ്സ് ആണ്. എന്തായാലും അതും അത്രേ ഉള്ളൂ പറയാൻ. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ, ഈ കിട്ടിയിൽ വെച്ചിട്ട് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ. അടിപൊളി ഡ്രസ്സ്, ഒന്നും പറയാനില്ല, നല്ല അടിപൊളി ആയിട്ടുള്ള ഡ്രസ്സാണ്. ഇത് ഞാൻ പൊട്ടിച്ച് നോക്കി. ആക്ച്വലി നല്ല എന്താ പറയാ, നല്ല മെറ്റീരിയൽ, നല്ല അടിപൊളി ഡ്രസ്സ്. ഇതാണ് കേട്ടോ ഡ്രസ്സ് വന്നിട്ട്, നല്ല അടിപൊളി ഡ്രസ്സ്. ഒരു കോഡ് സെറ്റ് പോലെ ടീഷർട്ടും പാൻറ്റും ഒക്കെയുള്ള ഒരു ഡ്രസ്സാണ്. നല്ല കട്ടിയുള്ള മെറ്റീരിയൽ ആണ്. റൗണ്ട് നെക്കാണ് വന്നിട്ടുള്ളത്, ഫുൾ സ്ലീവ് ആണ്. ഒരു മിനി സ്വെറ്റർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പിന്നെന്താ, ഒന്നും പറയാനില്ല, അടിപൊളി ഡ്രസ്സ്. എനിക്ക്
അത്ര ഇഷ്ടപ്പെട്ടു കേട്ടോ ഡ്രസ്സ്. നല്ല വേർത്ത് ആയിട്ടുള്ള നല്ല നമ്മൾ കൊടുക്കുന്ന പൈസക്ക് വേർത്ത് ആയിട്ടുള്ള ഡ്രസ്സ് വരുമ്പോൾ നമുക്ക് അത്രയും കംഫർട്ടബിൾ ആണ്. പിന്നെ ഇത് വാഷ് ചെയ്തതിന് ശേഷം ഒക്കെ അറിയണമെങ്കിൽ അതിന്റെ ശേഷം കമന്റ് ചെയ്യണം. ഇത് വാഷ് ചെയ്താലും പ്രശ്നം ഉണ്ടാവുന്ന ഒരു മെറ്റീരിയൽ ആയിട്ട് തോന്നേ ഇല്ല. പിന്നെ ഇത് രണ്ട് പാക്കറ്റിലാണ് കേട്ടോ വന്നത്. ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഓക്കെ. പിന്നെ ഇതിന്റെ ട്രൗസർ ഇതാണ്. ഇതിന്റെ പാൻറ് വന്നിട്ട് പാൻറ്റും അടിപൊളിയാണ്. ഞാൻ എടുത്തിട്ടുള്ളത് 1 to 2 years ആണ്. പക്ഷെ കുറച്ചും കൂടി വലിപ്പം കൂടിയ പോലെ തോന്നുന്നുണ്ട്. പക്ഷെ കുഴപ്പമില്ല, ഇത് തന്നെ ആയിരിക്കും അതിന്റെ സൈസ് കേട്ടോ. അപ്പൊ ഇനി എടുക്കുന്നവർ ഒരു 6 monthോ അല്ലെങ്കിൽ 1 yearോ കുറച്ചിട്ട് വീഡിയോ എടുക്കാന്നാ പറയുന്നത്, കുറച്ചിട്ട് ഡ്രസ്സ് എടുക്കാൻ നോക്കുക. അപ്പൊ നിങ്ങൾക്ക് സ്യൂട്ട് ആയിട്ട്. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 2 something എത്രയോ ആയിരുന്നു. ഇപ്പോ 183 ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ എനിക്കെല്ലാം നഷ്ടമാണ്. ഞാനിപ്പോൾ എടുത്തതിലെല്ലാം നഷ്ടമാണ്. പക്ഷെ ഇപ്പോൾ നല്ല സെയിൽ നടക്കുന്നതുകൊണ്ട് നല്ല പ്രൈസ് കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ പെട്ടെന്ന് മീഷോ ഒക്കെ ഒന്ന് സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ട നിങ്ങൾ വിഷ് ലിസ്റ്റിൽ ഇട്ട ഡ്രസ്സസ് ഒക്കെ ഓർഡർ ചെയ്യാൻ നോക്കുക. കാരണം ഇപ്പൊ നല്ല സെയിൽ, നല്ല പ്രൈസ് കുറച്ചിട്ടാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പൊ ഇതന്നെ ഞാൻ 183 ആയിട്ടുണ്ട്. ഞാൻ എടുക്കുന്ന സമയത്ത് 200 something എന്തോ ആയിരുന്നു, എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. പിന്നെ ഞാൻ വേറെ എന്താ പറയാനുള്ളത്, ഒരു കോഡ് സെറ്റ് ആണ്, സ്വെറ്റർ പോലെയാണ്. പിന്നെ എന്താ പറയാ, നല്ല മെറ്റീരിയൽ ആണ്, കോട്ടൺ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഒരു ബനിയൻ ക്ലോത്ത് വലിയുന്ന കോട്ടൺ ബ്ലെൻഡ് ആ സംതിങ് എന്തെങ്കിലും ആയിരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അത്രയേ ഉള്ളൂ. എൻ്റെ ഡ്രസ്സിന്റെ കളക്ഷൻസ് ഒക്കെ കഴിഞ്ഞു. അപ്പൊ അത്രയേ ഉള്ളൂ. അപ്പൊ വീഡിയോസ് സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാൻ നോക്ക്, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് ഒരുപാട് പേര് പണ്ടത്തെ വ്യൂസ് ഒന്നും കിട്ടുന്നില്ല. അപ്പൊ എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. യൂട്യൂബ് ആണ് നമ്മൾ ലക്ഷ്യം വെച്ചിട്ടുള്ളത്. യൂട്യൂബ് ഷോർട്സ്, യൂട്യൂബ് വീഡിയോസ് ഒക്കെ ലക്ഷ്യം വെച്ചിട്ട് പോവുകയാണ്. അപ്പം ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് വിജയിപ്പിക്കുക. കമൻറ്റും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എൻ്റെ വീഡിയോസിനെ കുറിച്ചിട്ട്, എൻ്റെ സെലക്ഷനെ കുറിച്ചിട്ട് ഒക്കെ ഒന്ന് കമൻറ്റിൽ അറിയിക്കുക. അപ്പം അത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.